ഈ പന്തളം നഗരസഭയിൽ ഈ കെട്ടിട നികുതി അശാസ്ത്രീയമാണെന്നുള്ള രീതിയിൽ അവിടുത്തെ BJPയുടെ കൗൺസിലറിന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതൊരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കാരണം ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് ഈ കാരണം. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കും. അതിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തും. ഈ നികുതി പിരിവ് കാര്യക്ഷമമല്ലാത്തതുകൊണ്ട് 25 നഗരസഭകളുടെ പേരിൽ നഗരസഭകൾക്ക് കിട്ടാനുള്ള സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിന്റെ ഗഡു തടഞ്ഞുവച്ചിരുന്നു. അതായത് സംസ്ഥാന ആഭ്യന്തരോൽപാദനത്തിന്റെ വളർച്ചാ നിരക്കിന് താഴെയാണ് നികുതി പിരിവിന്റെ നിരക്ക് എന്നതിന്റെ പേരിലാണ് തടഞ്ഞുവച്ചിരുന്നത്. അപ്പോൾ അതിൽ 19 എണ്ണത്തിന് പിന്നീട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി ഗ്രാന്റ് അനുവദിക്കുകയുണ്ടായി. ഇപ്പോൾ 6 എണ്ണത്തിന് ഇപ്പോഴും അനുവദിച്ചിട്ടില്ല. അതിൽ പന്തളവും ഉൾപ്പെടുമെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗൗരവമായിട്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധന അത് ഒരുപാട് തവണയായി പറയുന്നു. എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും. അതെല്ലാ ദിവസവും പറഞ്ഞത് ശരിയല്ലാന്ന്. പക്ഷേ പറയുന്നത് സ്വാഭാവിക കൂടിക്കാഴ്ചയാണെന്ന്. ശരി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ്.